ഒന്നാമത്തെ കാര്യം, ഹാൾ ടിക്കറ്റ് നേരത്തെ തന്നെ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക. പരീക്ഷയുടെ അന്നേ ദിവസം തിരക്ക് കൊണ്ടോ സമ്മർദ്ദം കൊണ്ടോ അല്ലെങ്കിൽ ഷോപ്പ് അവൈലബിൾ ആവാത്തത് കൊണ്ടോ ഒരു പക്ഷേ ഹാൾ ടിക്കറ്റ് എടുക്കാൻ പറ്റിയില്ല എന്ന കാരണത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട ഒരു അവസരം നഷ്ടപ്പെടരുത്. പരീക്ഷയുടെ അന്നല്ല, തലേ ദിവസം തന്നെ തയ്യാറായിരിക്കുക. അതായത് 2 പേന, ഹാൾ ടിക്കറ്റ്, ID പ്രൂഫ് എന്നിവ തലേ ദിവസം തന്നെ എടുത്തു വയ്ക്കുക. പരീക്ഷാ ദിനത്തിൽ ഇടേണ്ട ഡ്രസ്സ്, പരീക്ഷയ്ക്ക് പോകാനുള്ള ബസ് റൂട്ട് അല്ലെങ്കിൽ യാത്രാ സൗകര്യം, കാര്യങ്ങൾ മുൻകൂട്ടി നോക്കി വെച്ചിട്ടുണ്ടാവണം. പേന തിരഞ്ഞെടുക്കുമ്പോൾ പുതിയ പേനയ്ക്ക് പകരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മഷിയുള്ള പേന തന്നെ നോക്കുക. കാരണം പുതിയ പേനയിൽ ഗ്രിപ്പുള്ളത് കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ബബിൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. പരീക്ഷാ ദിവസം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ബാഗ് പരിശോധിച്ച് എല്ലാം എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നേരത്തെ ഇറങ്ങുക, നേരത്തെ തന്നെ ഹാൾ കണ്ടെത്തുക, റോൾ നമ്പർ നോക്കി അവനവൻ്റെ സീറ്റ് കൃത്യമായി ഉറപ്പുവരുത്തുക. പരീക്ഷാ ഹാളിലെ നിങ്ങളുടെ സീറ്റിന് ചുറ്റും മറ്റാരെങ്കിലും കോപ്പിയോ മറ്റെന്തെങ്കിലും പുസ്തകങ്ങളോ വെച്ചിട്ടുണ്ടോ എന്നും ശ്രദ്ധിക്കുക. ആവശ്യമുള്ളത് മാത്രം ഹാളിലേക്ക് കൊണ്ടുപോകുക. ഹാൾ ടിക്കറ്റിൽ എന്തൊക്കെ അനുവദീയമാണ്, എന്തൊക്കെ അനുവദനീയമല്ല എന്ന് വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരീക്ഷയ്ക്ക് കയറുന്നതിന് മുമ്പ് ടോയ്ലറ്റിൽ പോകണമെങ്കിലോ വെള്ളം കുടിക്കണമെങ്കിലോ കൃത്യമായി നിർവഹിക്കുക. പരീക്ഷാ ഹാളിനുള്ളിൽ അധികമാരോടും സൗഹൃദത്തിന് പോകാത്തതായിരിക്കും നല്ലത്. കാരണം പരീക്ഷ എഴുതുമ്പോൾ അവർ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുണ്ട്. പഠിക്കുന്ന കാലത്ത് കൂട്ടുകാർക്ക് ഉത്തരങ്ങൾ പങ്കുവച്ചു കൊടുത്തത് ഇവിടെ ആവർത്തിച്ചാൽ സ്വയം കുഴിവെട്ടുന്ന അവസ്ഥയാണെന്നുള്ള കോമൺ സെൻസ് എല്ലാവർക്കും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഹാളിലുള്ളവർ മറ്റേതെങ്കിലും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ നമ്മൾ അവരുമായി കമ്പയർ ചെയ്ത് സ്വയം കോൺഫിഡൻസ് കളയാനുള്ള സാധ്യതയുമുണ്ട്. അറിയാവുന്ന കുറേ ക്വസ്റ്റ്യൻസ് കണ്ടാൽ കോൺഫിഡൻസ് കൂടി വരും ക്വസ്റ്റ്യൻസിലെ ട്രാപ്പ് കാണാതെ പോകരുത്. സെയിം ആസ് അറിയാത്ത കുറേ ക്വസ്റ്റ്യൻസ് കണ്ട് കിളി പോയിട്ട് അറിയാവുന്നത് കൂടി തെറ്റിക്കരുത്. ഏതെങ്കിലും ഒരു ചോദ്യം ഉത്തരം എഴുതാതെ വിടുമ്പോൾ ചോദ്യപേപ്പറിൽ കൃത്യമായി റൗണ്ട് ചെയ്യുകയോ പോയിന്റ് ഇട്ട് വയ്ക്കുകയോ ചെയ്യുക. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ആൻസർ ഷീറ്റിലെ കറക്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ നോക്കി തന്നെ ബബിൾ ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ ബബിൾ ചെയ്തത് തെറ്റായി പോയാൽ പിന്നെ വരുന്ന തുടർന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ തെറ്റായി തന്നെയായിരിക്കും ബബിൾ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എത്ര സമയമില്ലെങ്കിലും ഓരോ ക്വസ്റ്റ്യൻസും മാച്ച് ചെയ്ത് തന്നെ കറുപ്പിക്കാൻ ശ്രമിക്കുക. 100 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത് 100 മാർക്ക് മേടിക്കുന്നവർക്കാണ് ജോലി എന്ന് ചിന്തിക്കരുത്. മാക്സിമം നെഗറ്റീവ് കുറയ്ക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അതോടെ പോസിറ്റീവ് മാർക്കിനെ നമ്മൾ നേടിയെടുത്ത നമ്മുടെ പോയിന്റിനെ സേവ് ചെയ്ത് വയ്ക്കാനും ശ്രമിക്കുക. തീരെ അറിയാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. എത്ര കൂളായിരിക്കാൻ ശ്രമിച്ചാലും ചെറിയൊരു സമ്മർദ്ദം എല്ലാവർക്കും ഉണ്ടാകും. പരീക്ഷയ്ക്ക് 2 ദിവസം മുമ്പോ ഒരാഴ്ച മുമ്പോ പഠിച്ചു തുടങ്ങുമ്പോഴാണ് പഠിച്ചതും പഠിക്കാത്തതും തമ്മിലുള്ള അന്തരം കൂടുന്നത്. ചിട്ടയായ മാസങ്ങളോളമുള്ള പഠനമാണ് ശരിക്കുള്ള സമ്മർദ്ദം കുറയ്ക്കാനുള്ള ശരിയായ മാർഗം.